നമസ്കാരം. കുട്ടികളെ, ഇന്ന് നമ്മൾ ലഹരിമരുന്ന് ദുരുപയോഗം, അതിന്റെ അപകടങ്ങൾ, അതുപോലെ നമ്മുടെ ശരീരത്തിൽ അത് വരുത്തുന്ന മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ ഹാർഡിൻ ബി ജോൺസൺ എഴുതിയ ഒരു ലേഖനത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ക്ലാസ്. ആദ്യമായി, എന്താണ് മരുന്നുകളും ലഹരിമരുന്നുകളും തമ്മിലുള്ള വ്യത്യാസമെന്ന് നോക്കാം. രോഗങ്ങളെ തടയാനും ചികിത്സിക്കാനും വേണ്ടി മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ചില ആളുകൾക്ക് ഏത് അസുഖത്തിനും ഗുളികകൾ കഴിക്കുന്ന ഒരു ശീലമുണ്ട്. ഉദാഹരണത്തിന്, ചെറിയൊരു ടെൻഷൻ വരുമ്പോൾ തന്നെ അവർ ഗുളിക കഴിക്കാൻ ശ്രമിക്കും. മരുന്നുകൾക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് ഇതിന് കാരണം. എന്നാൽ ലഹരി മരുന്നുകൾ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഹിപ്പോക്രാറ്റസ് എന്ന ഗ്രീക്ക് വൈദ്യനാണ് മരുന്നുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് ആദ്യമായി വിശദീകരിച്ചത്. ഒരു രോഗത്തിന് ചികിത്സിക്കുമ്പോൾ രോഗിയുടെ ശരീരഘടനയും ശീലങ്ങളും കൂടി പരിഗണിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ ആരോഗ്യമുള്ള ഒരാൾ മരുന്ന് കഴിക്കുന്നത് ശരീരത്തിന് ദോഷകരമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലഹരി മരുന്നുകൾക്ക് നമ്മുടെ ശരീരം ആവശ്യമില്ലാത്തവയാണ്. പക്ഷേ അവ തലച്ചോറിലെ ആനന്ദ കേന്ദ്രങ്ങളെ ഉത്തേജിപ്പിക്കും. തലച്ചോറിലെ രാസപരമായ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. ലഹരി മരുന്നുകൾ ഈ സന്തുലിതാവസ്ഥയെ തകരാറിലാക്കുന്നു. തുടക്കത്തിൽ ഇത് സന്തോഷം നൽകുമെങ്കിലും പിന്നീട് ഈ അനുഭവം കുറഞ്ഞുവരും. ആസക്തി കൂടിയ ഒരു വ്യക്തിക്ക് പിന്നീട് ലഹരിമരുന്ന് ഉപയോഗിച്ചാൽ പോലും ആനന്ദം ലഭിക്കില്ല. ഇനി നമുക്ക് ലഹരിമരുന്ന് ദുരുപയോഗത്തിന്റെ അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശാരീരികപരമായ പ്രശ്നങ്ങൾ. ലഹരിമരുന്ന് ഉപയോഗം കാരണം പലതരം രോഗങ്ങൾ വരാം. മലിനമായ സൂചികൾ ഉപയോഗിക്കുന്നത് കാരണം കരൾ രോഗം, ലൈംഗിക രോഗങ്ങൾ, വൃക്കരോഗം, തലച്ചോറിലെ അണുബാധ എന്നിവയുണ്ടാകാൻ സാധ്യതയുണ്ട്. കൊക്കെയിൻ, ആംഫിറ്റമൈൻസ് എന്നിവ ഉപയോഗിക്കുന്നത് മുടി കൊഴിച്ചിലിന് കാരണമാവാം. മാനസികപരമായ പ്രശ്നങ്ങൾ. ലഹരിമരുന്ന് ഉപയോഗിക്കുന്ന ഒരാൾക്ക് വിഷാദവും മറ്റു മാനസിക പ്രശ്നങ്ങളും ഉണ്ടാവാം. തന്റെ പ്രശ്നങ്ങളുടെ ഉറവിടം മറ്റുള്ളവരാണെന്ന് അയാൾ ചിന്തിച്ചേക്കാം. ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് താൻ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുപോലും സംശയം തോന്നിയേക്കാം. മറ്റു പ്രശ്നങ്ങൾ. ഗർഭിണികളായ സ്ത്രീകൾ മയക്കുമരുന്നിന് അടിമകളാണെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളും അടിമകളായി ജനിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ലഹരിമരുന്ന് ഉപയോഗിക്കുന്നവരുടെ ജീവിതശൈലി കാരണം അവർക്ക് ന്യൂമോണിയ, ക്ഷയം, പോഷകാഹാരക്കുറവ് എന്നിവയുണ്ടാകാൻ സാധ്യതയുണ്ട്. മരണം. ഏതെങ്കിലും ലഹരിമരുന്ന് അമിതമായി ഉപയോഗിക്കുന്നത് ശ്വാസകോശ ഹൃദ്സ്തംഭനങ്ങൾക്കും മരണത്തിനും കാരണമാകും. ലഹരിമരുന്നുകൾ തലച്ചോറിന് വരുത്തുന്ന മാറ്റങ്ങളാണ് ഏറ്റവും അപകടകരമായതും പലരും തിരിച്ചറിയാത്തതുമായ ഒന്ന്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് കരുതുന്നു. നന്ദി.